ഡേറ്റ്സ് കൊണ്ട് നല്ലൊരു ടേസ്റ്റി വൈൻ തയ്യാറാക്കാം. ഈസി ആയിട്ട് തയ്യാറാക്കാം. അതുപോലെ തന്നെ നല്ല ഹെൽത്തി വൈനാണത്. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഷുഗർ ഒഴിവാക്കിയിട്ട് ശർക്കര കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലോണം ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ ഡേറ്റ്സ് എടുത്തിട്ട് നമ്മളിതുപോലെ ഈന്തപ്പഴം ഇതുപോലെ എടുത്ത് ഇതിൻ്റെ കുരു ആദ്യം എല്ലാത്തിൻ്റെയും കളയണം. എന്നിട്ട് ഇതുപോലെ 3ആയിട്ട് ചീന്താം. അപ്പോൾ കുരു കളഞ്ഞ ഡേറ്റ്സൊക്കെ നമുക്ക് ഒരുമിച്ച് വയ്ക്കാം. ഇതിപ്പോൾ 1 കിലോ ഡേറ്റ്സിന്. അപ്പോൾ ഞാനിത് ആദ്യമേ തന്നെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചുള്ളതാണ്. സൂചി ഗോതമ്പാണ് എടുത്തുള്ളത്. അത് നമുക്ക് വൈനിന് നല്ല വീര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. വൈനിന് നല്ല സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് സൂചി ഗോതമ്പ്. പിന്നെ നമ്മളെടുത്തുള്ളത് 3 ഏലക്കായ, കറുവാപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ 750 ഗ്രാം ശർക്കര. ഈന്തപ്പഴത്തിന് ഓൾറെഡി മധുരമുള്ള കാരണം പൊടിച്ച ശർക്കരയാണ് ഞാൻ എടുത്തുള്ളത്. 1/4 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. വൈൻ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഭരണിയോ ചില്ല് പാത്രമോ അങ്ങനെ മാറ്റി വയ്ക്കുക. പിന്നെ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒരിക്കലും വൈൻ കെട്ടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം മൺപാത്രത്തിൽ അത് ചില്ലിലോ വേണം ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ അത് ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ ഭരണിയാണിത്. അപ്പോൾ നമ്മൾ 21 ദിവസം കൊണ്ടാണ് വൈൻ കെട്ടണം. അപ്പോഴതിൻ്റെ ഒരു സ്ട്രോങ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഭരണി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഈന്തപ്പഴം കുറച്ച് ചേർക്കാം. ഇപ്പം നമ്മൾ ഈന്തപ്പഴം 1 കിലോനോളം ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചേർക്കാം. അപ്പോൾ 1 കിലോ ഈന്തപ്പഴത്തിന് നമുക്ക് 2 ലിറ്ററോളം വെള്ളം ചേർക്കാം. അപ്പോഴാണ് നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് നല്ലോണം തന്നെ കിട്ടും. ക്രിസ്മസിനോ ഒക്കെ ഈസ്റ്ററിനോ ഒക്കെ നമുക്ക് ഈ ഈന്തപ്പഴം വൈൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ കിച്ചണിൽ മുന്തിരി വൈൻ, പഴം വൈൻ, ശംഖുപുഷ്പത്തിൻ്റെ വൈൻ, അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് വൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് ചേർത്തു. ഇനി പൊടിച്ച ശർക്കര, അതുപോലെ കറുവാപ്പട്ട 2 കഷ്ണം, പിന്നെ ഏലക്കായ ഒരു 3 എണ്ണം, ഗ്രാമ്പൂ, സൂചി ഗോതമ്പ്. ഇത് വേണമെങ്കിൽ ഓപ്ഷനിലുണ്ട്. നമുക്ക് വേണ്ടെങ്കിൽ എടുക്കേണ്ട. വൈന് സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. തലേ ദിവസം തന്നെ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ചേർത്തുള്ളത്. നല്ലോണം ചൂടാറിയിട്ട് വേണം ചേർക്കാനായിട്ട്. 2 ലിറ്ററോളം ചേർത്തിട്ടുണ്ട്. പിന്നെ വൈനിൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഫെർമെൻറ്റേഷൻ നടക്കാനുള്ള ഒരു ഗ്യാപ്പ് വൈനിന് കാണിക്കണം ഇവിടെ, അല്ലെങ്കിൽ ഇത് പതഞ്ഞ് പോവും. അപ്പോൾ നമ്മളിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കേട്ടോ, നമ്മുടെ വൈൻ നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ ഈസ്റ്റൊക്കെ ആയിട്ട് നല്ലോണം യോജിച്ച് വൈൻ ഇങ്ങനെ. എന്നിട്ട് നമ്മൾ 21 ദിവസം കെട്ടി വെക്കണം. അതുപോലെ തന്നെ നമ്മളൊരു ഡാർക്ക് സ്പേസിൽ വേണം ഉപയോഗിക്കാനായിട്ട്. ശർക്കര തന്നെ നല്ല ഡാർക്ക് കളറുണ്ട്. കണ്ട, ഷുഗർ ഞാൻ ഒഴിവാക്കിയതിന് ഷുഗർ കൊണ്ട് ഇതുപോലെ തന്നെ കെട്ടാവുന്നതാണ്. അപ്പം നമ്മൾ ഇരുട്ടുള്ള സ്ഥലത്ത് വെച്ച് ഒരു 1-2 ദിവസമെങ്കിലും നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ഈസ്റ്റ് വർക്കൗട്ടായിട്ട് വൈൻ നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. മരത്തവി കൊണ്ട് വേണം നമ്മളെ ഇളക്കാനായിട്ട് വൈൻ. അതുപോലെ തന്നെ ഒരു തരി വെള്ളത്തിൻ്റെ അംശം പോലും ഉണ്ടാവാൻ പാടില്ല. ഇതും ഇതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം ഈ മരത്തവി ഉപയോഗിക്കാനായിട്ട്. ഇത് നമ്മൾ ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ മൂടി വയ്ക്കണം. പിന്നെ ഒരു വെള്ള തുണി വെച്ചിട്ട് ഒന്ന് കെട്ടി വയ്ക്കണം. ഇതുപോലെ ഒരു തുണി വെച്ച് ഇങ്ങനെ മൂടി വയ്ക്കണം. എന്നിട്ട് ഇതുപോലെ കെട്ടി വയ്ക്കുക. അപ്പം നമുക്ക് ലൂസായിട്ട് കെട്ടുമ്പോൾ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ കുഴപ്പമില്ല. ചില്ല് ബോട്ടിലാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അമർത്തി അടയ്ക്കാൻ പാടില്ല, പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഭരണീരെ മൂടി ഇത്തിരി ലൂസല്ല, കാരണം കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ 21 ദിവസം വെച്ചിട്ട് വേണം നമുക്ക് വൈൻ എടുക്കാനായിട്ട്. ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 1-2 ദിവസമെങ്കിലും ഇത് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ 21 ദിവസം കെട്ടിവെച്ചതിനത് ഞാൻ എല്ലാ ദിവസവും ഇളക്കിയിരുന്നു. രാത്രി ഒരേ സമയത്ത് ഒരു 7 മണി 8 മണി നേരത്ത് ഞാൻ എടുത്ത് ഇളക്കി അപ്പം തന്നെ മൂടി വയ്ക്കാറുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ ദിവസവും ഇളക്കിയിരുന്നു. അങ്ങനെ ഇളക്കി വെച്ച വൈനാണിത്. അപ്പോൾ നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പം നമുക്ക് ഇത് ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം കഴുകി ഉണക്കി വെച്ചുള്ളതാണത്. അരിപ്പ അതുപോലെ തന്നെ. അപ്പോൾ നമുക്കിതെടുത്തിട്ട് ഇതുപോലെ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ എല്ലാ ജ്യൂസും ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈന്തപ്പഴത്തിലത്തെ എല്ലാ ജ്യൂസും പിന്നെ ശർക്കര നീരും ഈസ്റ്റുമായിട്ട് നല്ല വർക്കായിട്ട് എല്ലാതും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വല്ലാണ്ട് പിഴിയണ്ട. അപ്പോൾ നമുക്ക് മട്ട് കൂടും വൈനിൽ. അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ ഊറ്റിയെടുക്കുക. അത് കുട്ടികൾക്കൊക്കെ നല്ല വിറ്റാമിൻ ഉള്ളതാണ്. അയൺ കണ്ടൻറ്റ് കൂടാനും HB ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാനും ഒക്കെ നല്ലതാണ്. ബുദ്ധിശക്തിക്കും
ഓർമ്മശക്തിക്കും അതുപോലെ ഊർജ്ജസ്വലരാവാനൊക്കെയുള്ള ഒരു വൈനാണിത്. ഇത് നമ്മൾ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ശർക്കരയാണ് ഇതിലേക്ക് ചേർത്തുള്ളത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കുമ്പോൾ നല്ല ഔഷധ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്തത്. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കാം. ഇതിൽ അടിയിലത്തെ മട്ടായ കാരണം ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഇളക്കി ഇതിലത്തെ എല്ലാ ജ്യൂസ് ഇതിലേക്ക് എടുക്കാം. വൈൻ കെട്ടുമ്പോൾ മരക്കയിൽ വേണം എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇളക്കിയിരുന്നത്. ഇത് നല്ല കഴുകി ഉണക്കി അരിപ്പ അതുപോലെ പാത്രങ്ങൾ എല്ലാതും നല്ലോണം കഴുകി ഉണക്കി ഈ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് തീരെ ജലാംശം ഇല്ല നമ്മൾ ഉറപ്പാക്കണം, അല്ലെങ്കിൽ വൈൻ പെട്ടെന്ന് കേടാവും. ഈത്തപ്പഴം നല്ലതാണ്, അതുപോലെ തന്നെ ശർക്കരയും നല്ലതാണല്ലോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ബോഡിക്ക് നല്ല ബെനിഫിറ്റ് അത്. അപ്പോൾ കൊറ്റ നമുക്ക് ഇതിലേക്ക് തന്നെ മാറ്റാം. ഇതിപ്പോൾ ചില്ലുകുപ്പിയാണ് ഞാൻ എടുത്തുള്ളത്. അപ്പോൾ ചില്ലുകുപ്പിയിൽ വേണം നമ്മൾ വൈനൊക്കെ എടുത്തു വയ്ക്കാനായിട്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം, വെള്ളം ഒന്നും പാടില്ല. അപ്പോൾ നമുക്കിത് കുപ്പിയിലേക്ക് പകർത്താം. ഇത്ര ഒഴിച്ചാൽ മതി ഇത്, അല്ലെങ്കിൽ വല്ലാണ്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ട. എന്നിട്ട് തെളിഞ്ഞിട്ട് നമുക്ക് വൈൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ വൈൻ റെഡി ആയിട്ടുണ്ട്. വൈൻ ഊറ്റിയിട്ട് 2 ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മട്ടൊക്കെ കണ്ടില്ലേ, ഇത് ഇവിടെ ഇങ്ങനെ അടിഞ്ഞുണ്ട്. ഇപ്പം ഒരാഴ്ച 2 ആഴ്ച കൂടുന്തോറും നല്ലോണം അടിയും. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇത്രയായിട്ട് ഇങ്ങനെ ഒതുങ്ങും. അപ്പോൾ നമുക്ക് നല്ല കണ്ട ക്ലിയർ ആയിട്ടുണ്ട് വൈൻ. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ശർക്കര ചേർത്തിട്ടാണ് തയ്യാറാക്കിയുള്ളത്, പഞ്ചസാരയല്ല. അപ്പം നല്ല ഹെൽത്തി വൈനാണിത്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.